ഹലോ, ഞാൻ എങ്ങനെ മസാല ദോശ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ. അതിന് വേണ്ടിയിട്ട് ആദ്യം മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എണ്ണ ചൂടാക്കി കടുക്, ഉഴുന്ന്, കറിവേപ്പില, ഉണക്കമുളക് ഇട്ട് പൊട്ടിച്ചിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ക്യാരറ്റും കൂടെ ഇട്ടിട്ട് കുറച്ച് ഉപ്പും ഇട്ടിട്ട് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ഇത് നല്ല വെന്തൊടയണമെന്നൊന്നും ഇല്ല കേട്ടോ. എന്നിട്ട് അതിലേക്ക് മസാലയിട്ട് മഞ്ഞൾപ്പൊടിയും പെരുംജീരകത്തിൻ്റെ പൊടിയാണ് കേട്ടോ ഞാനിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് തിളപ്പിച്ചിട്ട് അതിലേക്ക് നമ്മൾ ഉപ്പിട്ട് ബോയിൽ ചെയ്ത് വെച്ചേക്കുന്ന മാഷ് ചെയ്ത് വെച്ചേക്കുന്ന പൊട്ടറ്റോയും കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്തിട്ട് ഇളക്കിയെടുത്ത മസാല റെഡി. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോർമലി നല്ല തിന്നായിട്ട് ദോശ ചുട്ടെടുക്കാം കേട്ടോ. നന്നായിട്ട് തിന്നാവണം. എന്നിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഞാൻ കുറച്ച് ദോശപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് ഓപ്ഷണലാണ് കേട്ടോ, നിങ്ങൾക്ക് വേണേൽ ഇട്ടാൽ മതി. പിന്നെ നമ്മുടെ മസാലയും കൂടി ഇട്ടിട്ട് നമുക്ക് നമ്മുടെ മസാല ദോശ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കാം. നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. പിന്നെ ആ മസാല ഇടാതെ ഉണ്ടാക്കിയെടുക്കാം, ട്രയാങ്കിൾ ഷേപ്പിലും ഉണ്ടാക്കിയെടുക്കാം, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഉണ്ടാക്കിയെടുക്കാം. ദോശയുടെ കൂടെ നമുക്ക് സാമ്പാറോ ചട്നിയോ ചട്നിപ്പൊടിയോ എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.